നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ ലൈറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഇന്നർ ലൈറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഗൈസ്? എങ്ങനെയാണെന്നുള്ള വഴികളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ ആദ്യമായിട്ടുള്ള പടിയാണ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്. ആദ്യത്തേത് വരുന്നത് മെഡിറ്റേഷനാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. നമ്മൾ റെഗുലറായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ, അതായത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്കാണെങ്കിൽ ഒരു ഫോക്കസ് പോയിന്റ് കിട്ടും. അങ്ങനെ ഒരു ഫോക്കസ് പോയിന്റ് കിട്ടുമ്പം നമുക്ക് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന് തുടർച്ചയായിട്ട് നമുക്കൊരു കൺട്രോളിങ് പവറും കിട്ടും. നമുക്ക് നമ്മുടെ മൈൻഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ കിട്ടി തുടങ്ങും. അങ്ങനെ നമ്മളുടെ ഇന്നർ മൈൻഡിന് ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾനെസ്. പ്രസൻറ്റ് ജീവിക്കുക, ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ എൻഗേജ് ആയിട്ട് നമ്മൾ ജീവിക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ജേർണലിങ്. നമ്മൾ സ്വയമേ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. നീക്ക് എന്താണ് ഈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? നിനക്ക് ഗോളൊക്കെ അച്ചീവ് ചെയ്യണ്ടേ? പിന്നെ നിങ്ങളെ പറ്റിയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ചോദിച്ചു നോക്കുക. ഇങ്ങനെ ചോദിച്ചു നോക്കുന്നവരും എന്തുവാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നതോടൊപ്പം നമ്മുടെ ഇന്നർ ലൈറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ത്വര അത് നമുക്ക് ഉണ്ടാവും. അങ്ങനെ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്നതിലൂടെ, നമുക്ക് സെൽഫ് ഇൻക്വയറി നടത്തുന്നതിലൂടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സൊക്കെ ഒന്ന് എഴുതി വെക്കാം. എഴുതി വെക്കാൻ തുടങ്ങുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എഴുതി വെച്ച തോട്ട്സ് ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മളത് എടുത്ത് നോക്കുമ്പം നമുക്കാണെങ്കിൽ നമ്മളുടെ ഇന്നർ ലൈറ്റിൻ്റെ പവർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾട്ടിവേറ്റിംഗ് ഇന്നർ ലൈറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കൂടുതലും അങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു പിള്ളേരെ പോലെ ആവുക. കൈൻഡ്നെസ്, നർച്ചറിങ്. നമ്മൾ ജനിച്ച് കഴിഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഷെൽനെസ്സിൽ അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഇന്നർ ലൈറ്റിനെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഇന്നർ ലൈറ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് നടത്തിയതിന് ശേഷം എന്തൊക്കെയോ നേടിയെന്നുള്ള ഒരു എനർജി അല്ല ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് തുടങ്ങും. നമ്മളുടെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പം നമ്മളൊന്നും അല്ലാതായെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് നല്ല ഒരു അടി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തൊരു ബാക്ക് സ്റ്റാബ്, പുറകിൽ നിന്ന് കുത്താന്ന് പറയത്തില്ല, അതുപോലെ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഇന്നർ ലൈറ്റിനെ തപ്പിപ്പോകുന്നത്. നന്നായി വേദനിച്ചാലേ നമ്മുടെ വെളിച്ചം തപ്പി ഇറങ്ങും. അത് ദൈവത്തിന് നല്ല രീതിയിൽ അറിയാം. അതിനാണ് ആ ബാക്ക് സ്റ്റാബ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് അത് നമുക്ക് മറക്കാൻ സാധിക്കുകയും ചെയ്യും. ദൈവമാണ് ആ ഒരു മെമ്മറീസ് എല്ലാം നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ റിമൂവ് ആക്കി കളയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നർ ലൈറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഐഡിയാസ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.